നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് 2 മണിക്ക് പാർലമെന്റിൽ പ്രസ്താവന നടത്തും. വിഷയത്തിൽ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കും. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് തുടരുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 93 രൂപ 95 പൈസയായി താണു. സംസ്ഥാനത്ത് സ്വർണ്ണവില 2.5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. 311 കോടി രൂപയോളം വരുന്ന ദുരന്ത നിവാരണ ഫണ്ട് കേരളം വിനിയോഗിക്കുന്നില്ല എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വയനാടിനായി അനുവദിച്ച തുക ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നുവെന്നും ലോക്സഭയിൽ മന്ത്രി. കേരള സർക്കാർ അപേക്ഷ നൽകാതെ തുക കൈമാറാനാകില്ല എന്നും ധനമന്ത്രി. വെള്ളാപ്പള്ളി നടേശൻ ആശ്വാസം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വെള്ളാപ്പള്ളി അടക്കമുള്ള ഡയറക്ടർമാരെ അയോഗ്യരാക്കിയത്. കമ്പനി നിയമത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് TR രവിയുടെ ഉത്തരവ്. ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പ് രംഗം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് വൈകിട്ട് 3 മണി വരെ. പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. സൂക്ഷ്മ പരിശോധന നാളെ. പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂർ. ഡീൽ ആരോപണത്തിൽ വാക്പോര് തുടർന്ന് ഭരണ പ്രതിപക്ഷ നേതാക്കൾ. BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കോൺഗ്രസ് എന്നും 2016 നിയമത്തെ BJPയുടെ ജയം ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധാരണ CPMഉം BJPയും തമ്മിലെന്ന് ആവർത്തിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ വീണ്ടും പണിമുടക്കി മൈക്ക്. ഇത് പതിവാണെന്നും തന്റെ മുന്നിലുള്ള മൈക്കിന് ഒന്ന് പിണങ്ങിയാലേ ശരിയാകൂ എന്നും മുഖ്യമന്ത്രി. ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാണ് തോന്നുന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തിരക്കിനിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വിവാദ പരാമർശം കത്തിക്കയർന്നു. ചർച്ചയാകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ മുതിർന്ന CPM നേതാവ് തോമസ് ഐസക് നടത്തിയ പരാമർശം. ഐസക്കിന് മറുപടിയായി പിഷാരടിയും കോൺഗ്രസും രംഗത്തെത്തി. പരാമർശത്തിൽ ഖേദപ്രകടനം നടത്തി തോമസ് ഐസക്. മൈസൂരു എക്സ്പ്രസ് ഹൈവേയിൽ സ്വകാര്യ ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 4 മലയാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ സ്ലീപ്പർ ബസ്. അപകട കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്ന് നിഗമനം. ജമ്മുകശ്മീരിൽ നൌഗാം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ NIA റെയ്ഡ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പുലർച്ചെ മുതൽ NIA പ്രത്യേക സംഘം പരിശോധന നടത്തുന്നു. കേസിൽ അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ, ഷഹീൻ സയ്യിദ് തുടങ്ങിയവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഡേവിഡ് കെറ്റാലയുടെ പകരക്കാരനെ തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. ബംഗളൂരു FCയുടെ മുൻ പരിശീലകൻ ആഷ്ലി വെസ്റ്റ്വുഡുമായി മാനേജ്മെന്റ് ചർച്ച നടത്തിയതായി റിപ്പോർട്ട്. മുഖ്യ പരിശീലകനായി ഡേവിഡ് കെറ്റാലയെ പുറത്താക്കിയത് ഈ സീസണിൽ 6 മത്സരങ്ങളിൽ 5 തോറ്റതോടെ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.